ഇപ്പോൾ DMKയുമായി ചേർന്നുകൊണ്ട് അലയൻസിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്താ കാണുന്നത്, ഭാവിയിൽ BJP ഒക്കെ അവിടെ പിടിച്ചടക്കാൻ പലതും നോക്കി ഒന്നും നടന്നിട്ടില്ല, നടക്കില്ല എന്നും ബോധ്യമായിട്ടുണ്ട്. കോൺഗ്രസ് അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും ഇപ്പോൾ ഒരു DMK മാത്രമല്ലോ. മുമ്പ് ശ്രമിച്ച് തഴച്ച് വളരാൻ നിന്നൊരു വിജയകാന്താണ്. വിജയകാന്ത് കുറേ സീറ്റ് പിടിച്ചെങ്കിലും വിജയകാന്തിന് പിന്നെ രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. പിന്നെ വന്നതും തപ്പി അടുത്ത ഏറ്റവും വിജയാണ് വന്നിരിക്കുന്നത്. വിജയ് പ്രതീക്ഷയുണ്ട്, ശരിയാണ്. പക്ഷേ വിജയ് അവിടെ വിജയിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടുകൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ പുതിയ കൂടിച്ചേരൽ. എന്തുകൊണ്ടും തമിഴ്നാടിനെ സംബന്ധിച്ച് ശക്തരായ 2 പേരാണ് ചേർന്നിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും കമലഹാസന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞത് ഒരു നല്ല കാര്യമായി, നല്ല വാർത്തയായിട്ട് നമ്മൾ കാണുന്നു. കാരണം കമലഹാസൻ ഇവിടെ പറയുന്നതിനാൽ കൂടുതൽ ഉച്ചത്തിൽ രാജ്യസഭയിൽ പറയും. രാജ്യസഭയിൽ തൻ്റെ ശബ്ദം ഉരുക്കുകോട്ടയിൽ നിന്ന് പോലെ മാറ്റലി കൊള്ളുമ്പോൾ അവിടെ വിറയ്ക്കാത്തവർ കുറവായിരിക്കും. അതായത് മോദിയെ ആഞ്ഞടിക്കാൻ ഒരു ശക്തൻ കൂടി രാജ്യസഭയിൽ ചെല്ലുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അത് ഇന്ത്യ മുന്നണിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളതാണ്.